2007 പുറത്തിറങ്ങിയ താരേ സമീൻ പർ എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി ആമിർ ഖാൻ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രമാണ് സിതാരേ സമീൻ പർ. ബോളിവുഡ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ലാൽ സിംഗ് ചദ്ദയുടെ പരാജയത്തിന് ശേഷം ആമിർ ഖാന്റെ ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് സിതാരേ സമീൻ പർ. OTT റിലീസ് വേണ്ടെന്ന് വെച്ച് തിയേറ്ററുകളിലേക്ക് മാത്രമായാണ് സിതാരേ സമീൻ പർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. ഒരു വിഭാഗം മാസ്റ്റർ പീസ് എന്ന് വിലയിരുത്തുമ്പോൾ ചിത്രം നിരാശ സമ്മാനിക്കുന്നുവെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ആമിർ ഖാന്റേത് തെറ്റായ ചോയ്സാണെന്നും ആരാധകർ സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട്. താരേ സമീൻ പറിൽ നായകനായ ദർശീൽ സഫാരി നേരത്തെ ആമിർ ഖാൻ ചിത്രത്തിലെ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു. സിതാരേ സമീൻ പർ മനോഹരമായ സിനിമയായിരിക്കുമെന്നും അത് ആമിർ ഖാന്റെ വാക്കാണെന്നുമായിരുന്നു ദർശീൽ സഫാരിയുടെ പ്രതികരണം. താരേ സമീൻ പറിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചത് ആമിർ ഖാൻ തന്നെയാണ്. ആമിർ ഖാൻ തന്നെയാണ് ചിത്രം നിർമ്മിച്ചത്. എന്നാൽ സിതാരേ സമീൻ പർ സംവിധാനം ചെയ്യുന്നത് RS പ്രസന്നയാണ്. സിതാരേ സമീൻ പർ സ്പാനിഷ് ചിത്രം ചാമ്പ്യൻസിന്റെ ഹിന്ദി റീമേക്കായി ഒരുക്കിയതാണെങ്കിലും താരേ സമീൻ പറിന്റെ തുടർച്ചയായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നത്. ആമിറിനൊപ്പം ജെനീലിയ ഡിസൂസിയയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. ആമിർ നായകനായി പ്രദർശനത്തിന് മുൻപ് വന്ന ലാൽ സിംഗ് ചദ്ദ പരാജയപ്പെട്ടിരുന്നു. ചിത്രത്തിലെ തന്റെ പ്രകടനം മോശമായിരുന്നുവെന്ന് നടൻ ആമിർ ഖാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ സിതാരേ സമീൻ പറിൽ താൻ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ടെന്നും മികച്ച ചിത്രമാകും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുക എന്നും ആമിർ വ്യക്തമാക്കിയിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.